ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫൂസ് വേൾഡ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇതിവിടെ പോകുന്നതാണ്ട് ഗൈസ്. നമ്മുടെ ദ്യുതിയുടെ ബർത്ത്ഡേ ആയിരുന്നു ജനുവരി 19-ന്. അപ്പം എനിക്ക് ചില സാഹചര്യം വെച്ചാൽ ഗിഫ്റ്റൊന്നും മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവർക്ക് ഗിഫ്റ്റൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു, ജസ്റ്റ് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടു, അല്ലാണ്ട് ഞാൻ വേറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് അവൾക്ക് പോയിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ പോയിട്ട് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്, കുറച്ച് ഓർണമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് അവൾ അങ്ങനെ ഒത്തിരി മേക്കപ്പോ കാര്യമൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ കുറച്ചൊരു കമ്മൽ, ഒരു മാല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് ദേണ്ടേ ഞാൻ എഴുതിയേക്കുന്നത് ബിലൈറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ദൂത, ലവ് യു ഡിയർ, എൻ്റെ കുളിക്കാട്ടുകാരിക്ക് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. അപ്പം നമ്മൾ പോവുകയാണ് ഗൈസ്. എൻ്റെയും ദൂതൻ്റെയും വീട് തമ്മിൽ എന്തുകൊണ്ട് കാണുന്നതാണ് നമ്മുടെ വീട്. ആ പച്ച മതിൽ ഗേറ്റ് തുറന്നിട്ടേക്കുന്നത് ഇത് ഉദയമാമൻ്റെ വീട്. അത് കഴിഞ്ഞ് എൻ്റെ ദൂതൻ്റെ വീട്ടിലോട്ട് പോകുന്ന റോഡാണ് ഇത്. ജസ്റ്റ് ഒരു റോഡ് തന്നെ. ഈ റോഡിൽ കയറുമ്പോൾ ഉള്ള ഫസ്റ്റ് വീട് അവരുടേതാണ്. അപ്പോൾ ഞാൻ വഴികൾ താണ്ടി പോകുകയാണ്. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, 5 മിനിറ്റ് പോലും വേണ്ട. നടക്കുകയാണ് ബോയ്സ്. ദൂതൻ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ള ഫ്രണ്ടാണ്. അതായത് ഞാൻ അംഗനവാടിയിൽ പഠിക്കുമ്പോൾ തൊട്ട് ദൂതൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നൗ ഇറ്റ്സെൽഫ് ഞങ്ങളത് കൊണ്ടുവന്നു. ക്ലാസ് ഡിവിഷനൊക്കെ വേറെയാണെങ്കിലും ഞങ്ങൾ പഠിക്കുന്നത് ഒരു സ്ഥലത്താണ്. ആരാണ്ടൊക്കെ പോകുന്നുണ്ട്. ആരാന്ന് നോക്കി ഇതിനെ കണ്ട് ചിരിക്കുന്നൊക്കെയാണ് എല്ലാവരും. പിന്നെ എനിക്ക് ഈ നാട്ടുകാരെ ആരെയും അറിയത്തില്ല, അത് വേറെ കാര്യം. ഇത്രയും വർഷം ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ടും എനിക്ക് ഇവിടെ ഉള്ള പക്ഷേ ദൂതൻ അങ്ങനെ ഉള്ളിട്ട് അവൾക്ക് നാട്ടുകാർ മൊത്തം അറിയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ അതൊക്കെ നടന്നു. ഇപ്പം ഷാജിമാമനുണ്ടെങ്കിൽ എന്നെ കളിയാക്കി വിടും. ഹലോ, നടന്ന് ക്ഷീണിച്ചു. അപ്പോൾ എത്താറായി. നമുക്കപ്പോൾ ദൂതനെ നോക്കാവേ. ഹലോ, എന്താ കൊണ്ടായിരുന്നു? ഓടി ദൂതാ. Belated happy birthday to you. പൊട്ടിക്കണം. ഉണ്ടോ? ഞാൻ വീട്ടിൽ കഴിഞ്ഞു. അപ്പം പൊട്ടിക്കണം. കുപ്പികളയുടെ കവറാടി എവിടാണ്ടൊക്കെ തുറക്കണം. കഴിക്കാനല്ല, എനിക്ക് വയ്യ. ഈ സാധനം തുതിയുടെ. അയ്യോ, എന്തിങ്ങനെ അമ്മേ ഓടി വായോ. അതേ കൊച്ചെനിക്ക് ഏതാണ്ടൊക്കെ കൊണ്ടുവന്നു. ഇത് വെച്ചോണ്ടായിരിക്കും എല്ലാം നിനക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങൾ മാത്രം. അമ്മ എന്താ? അയ്യേ, അമ്മേ കൊച്ചെനിക്ക് എന്തോ കൊണ്ടുവന്നു. അതുകൊണ്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. എന്താ പറയാ, ഭയങ്കര സന്തോഷം. അയ്യോ, ദൂതിയുടെ 3-4 ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും എടുത്തിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഫോൺ കുത്തിയിടണം. ഫോണിൽ ചാർജ് തീരാറായി. അപ്പോൾ ഫോൺ കുത്തിയിടണം. അപ്പം ഗൈസ് എന്താ പറയുക, അവളൊട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല കുരച്ചിലൊക്കെ ആയിരുന്നു അപ്പോഴാണ് ഞാൻ ചെന്ന് കയറിയത്. ഹായോ. അപ്പോൾ അതെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുതിയുടെ വീടിൻ്റെ വഴി കൂടെ കണ്ടോ. ഇപ്പം ഫോൺ വെള്ളത്തിലോട്ട് വീണേനെ മോമ എന്നെ എടുത്തിട്ട് അടിച്ചേനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാനോ. ലൈക്ക് കൊണ്ടുവരാ.